മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം മണിപ്പൂരിൽ വലിയ നീക്കങ്ങളാണ് ഉള്ളിൽ നടക്കുന്നത് എന്ന വാർത്ത, സുപ്രധാനമായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ടതാണ്. അവിടെ പോലീസും സേനയും സംയുക്തമായി ചേർന്നുള്ള ഓപ്പറേഷനാണ് നടത്തുന്നത്. അവിടെ സകല ബാരിക്കേഡുകളും, അതായത് തീവ്രവാദികൾ സ്ഥാപിച്ച സകല ബാരിക്കേഡുകളും സകല അതിർത്തികളും തകർത്തുകൊണ്ടാണ് മുന്നേറുന്നത്. പോരാത്തതിന് തീവ്രവാദികളെ അവിടെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മണിപ്പൂരിനകത്തേക്ക് സ്ഫോടന വസ്തുക്കൾ എങ്ങനെയാണ് എത്തുന്നത് എന്ന തെരച്ചിലിനൊടുവിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ തെരച്ചിൽ കടക്കുന്നു, അല്ലെങ്കിൽ ഈ വമ്പൻ ഓപ്പറേഷൻ കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിപ്പൂർ ക്ലീൻ ആക്കണമെങ്കിൽ മണിപ്പൂരിനകത്ത് പണി നടത്തിയിട്ട് കാര്യമില്ല. മണിപ്പൂരിലേക്ക് വരുന്ന ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്തണം. ആ ആയുധങ്ങൾ തടയിടണം. മണിപ്പൂരിലെ തീവ്രവാദികളുടെ കയ്യിൽ എങ്ങനെ ആയുധങ്ങൾ എത്തുന്നു, ഈ ആയുധങ്ങൾ അവർക്ക് ആരാണ് എത്തിക്കുന്നത്, ഈ ആയുധങ്ങൾ അവർ ഉപയോഗിക്കാൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഓപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് തൊലിപ്പുറത്തെ ചികിത്സയല്ല മണിപ്പൂരിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സോഴ്സ്, ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ട് ആ ഉറവിടത്തിനെ വേരോടെ പിഴുതെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കശ്മീർ മോഡൽ ഒരു ഓപ്പറേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത, മിസോറാമിലെ ചമ്പായ് ജില്ലയിൽ സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അവിടെ നടന്നിരിക്കുന്നു. ഈ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് 3000-ഓളം ഡിറ്റനേറ്ററുകളും സ്ഫോടക വസ്തുക്കളുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് മണിപ്പൂരിലേക്ക് കടത്താനായി വച്ചിരുന്നതാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് പിടിച്ചെടുത്ത് 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേർ മ്യാൻമാർ സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് മനസ്സിലാവുന്നു. മ്യാൻമറിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മ്യാൻമറിലേക്ക് ഈ ആയുധങ്ങൾ കടത്തി കൊടുക്കുന്നത് ചൈനയാണ് എന്ന് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ പല ആൾക്കാരും ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പോരാത്തതിന് മണിപ്പൂരിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനടക്കം വലിയ രീതിയിലുള്ള താല്പര്യങ്ങളുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി, അടച്ചിട്ട മുറിയിൽ ചർച്ചയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സുഖാത്തറിലെ വോക്തെ കൈ പ്രദേശത്ത് നടത്തിയ ഒരു ഓപ്പറേഷനിൽ മിസോറാം പോലീസിനൊപ്പം പ്രവർത്തിക്കുന്ന അസാം റൈഫിൾസ് ഉദ്യോഗസ്ഥരാണ് ഈ ശേഖരം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത വസ്തുക്കളിൽ 700 മീറ്റർ കോർട്ടക്സും യുദ്ധസമാനമായ വസ്തുക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. യുദ്ധസമാനമായിട്ടുള്ള വസ്തുക്കൾ മണിപ്പൂരിലേക്ക് കടത്തി ആ സംസ്ഥാനത്തെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള, ആ സംസ്ഥാനത്തിന്റെ വേരറുക്കാനുള്ള, വിഘടനവാദികളെ വളർത്താനുള്ള ഒരു നീക്കമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇതുപോലെ പല ഭാഗങ്ങളിലും ഇനി റെയ്ഡുകൾ നടത്തേണ്ടി വരും. ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റിൽ മുഴുവനും റെയ്ഡുകൾ നടത്തേണ്ടി വരും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. മ്യാൻമറിലെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു മേഖലയാണിത്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന സുരക്ഷാ ആശങ്കകളാണ് ഇവിടേക്ക് ഈ കാര്യങ്ങളെ എത്തിച്ചത്, ഇവിടെ റെയ്ഡ് നടത്താൻ പ്രേരിപ്പിച്ചത്. എന്തായാലും അറസ്റ്റിലായ വ്യക്തികളുടെ ഐഡന്റിറ്റികളോ ഏതെങ്കിലും സംഘടനകളുമായുള്ള ഒരു ബന്ധമോ ഒന്നും തന്നെ അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വർഷം മേഖലയിൽ നടന്ന ഏറ്റവും വലിയ സ്ഫോടക വസ്തുക്കളുടെ പിടിച്ചെടുക്കലിൽ ഒന്നാണ് ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം സംയുക്തമായി സേന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. വസ്തുക്കളുടെ ഉറവിടത്തെയും ലക്ഷ്യസ്ഥാനത്തെയും കുറിച്ച് അസോം റൈഫിൾസും മിസോറാം പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.